കാക്കനാട് അത്താണിയിൽ 1ാം ക്ലാസ്സുകാരന്റെ സ്കൂൾ ബാഗിൽ നിന്ന് മൂർഖൻ പാമ്പിനെ കിട്ടിയതിന്റെ ഞെട്ടൽ മാറിയിട്ടില്ല വീട്ടുകാർക്ക്. ബാഗിനുള്ളിൽ എങ്ങനെ പാമ്പ് കയറിയെന്ന് അബ്ദുൾ അസീസിനോ കുടുംബത്തിനോ അറിയില്ല. വീടിനുള്ളിൽ വെച്ച് സ്കൂൾ ബാഗിൽ നിന്നാണ് മൂർഖൻ പാമ്പിനെ കിട്ടിയത്. ജൂലിയറ്റ് സെബാസ്റ്റ്യൻ നമുക്കൊപ്പം തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജൂലിയറ്റ് അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ആ സ്ഥലത്ത് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. बहुत ज्यादा ही बड़ा है भाई। കാക്കനാട് അത്താണിയിൽ 1ാം ക്ലാസ്സുകാരന്റെ സ്കൂൾ ബാഗിൽ നിന്ന് മൂർഖൻ പാമ്പിനെ കണ്ടെത്തി എന്ന വാർത്ത വളരെ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. ആ കുടുംബമാണ് നമുക്കൊപ്പം ഉള്ളത്. അത്താണിയിലുള്ള അബ്ദുൾ അസീസിന്റെ വീട്ടിലാണ് നമ്മൾ ഉള്ളത്. അബ്ദുൾ അസീസിന്റെ മകൻ മുഹമ്മദിന്റെ ബാഗിൽ നിന്നാണ് പാമ്പിനെ കിട്ടിയത്. നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഞെട്ടലുണ്ടാവില്ലേ? സ്കൂൾ ബാഗിൽ ഇവിടെ അടുത്ത് കാട് പിടിച്ച് കിടക്കുന്നത്, എങ്ങനെ ഈ പാമ്പ് ഇങ്ങനെ ബാഗിൽ വന്ന് കയറിയെന്ന് വല്ല പിടിയുണ്ടോ? ശരിക്കും ഞങ്ങൾക്ക് ഒരു രൂപമില്ല, ഇങ്ങനെ അങ്ങനെ കയറാൻ പറ്റിയൊരു സാഹചര്യങ്ങളല്ല ഇവിടെ കിടക്കണം. പക്ഷെ ഇന്നലെ രാവിലെ ഒരു 11:30 ഈ സംഭവം കാണുന്നത് തന്നെ. അപ്പൊ ഇന്നലെ ഈ സെർവന്റ് ക്ലീൻ ആക്കണ സമയത്ത് ഈ ബാഗ് താഴെ ഇരിക്കാണ്ട് ബാഗ് എടുത്ത് പൊക്കിയപ്പോ ഈ സാധാരണയിൽ കവിഞ്ഞ ഭാരം കണ്ടപ്പോ അവര് ആ ബാഗ് എടുത്തു നോക്കിയപ്പോ സിബ് തുറന്നപ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് ചീറ്റി പുറത്തേക്ക് തലയിട്ടത്. അപ്പോഴാണ് ഇത് കാണുന്നത്. ഇവിടെ വാപ്പ ഉണ്ടായിരുന്നു. വാപ്പ ഒരു നീളമുള്ള വടിക്ക് എടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അപ്പോഴും ഇത്രയും വലിയൊരു പാമ്പാണെന്നുള്ള ഒരു മൂർഖനാണെന്ന് വിചാരിക്കണം. ഞങ്ങൾക്ക് ഇവിടെ ഒരു ചേര സ്ഥിരം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് പരിചയമുള്ളതാണ്. ഞങ്ങളുമായിട്ട് നല്ല ഒരു അടുപ്പുള്ള ചേരയാണ്. അപ്പൊ ഞങ്ങളപ്പോ പറഞ്ഞതെന്ന് വെച്ചാൽ അത് അവനായിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഒരു ഇതിൽ നിന്നായിരുന്നേ. പക്ഷെ ഇത് ഈ ചീറ്റി ഇതായിട്ട് വന്നപ്പോഴാണ് സംഗതി ഇതാണെന്ന്. പക്ഷെ അത്രയും വലിപ്പം ഉണ്ടെന്നോ ഇത്രയും വലുതാണെന്നൊന്നും നമ്മളൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ചേച്ചിയാണ് ആദ്യം കാണുന്നല്ലേ? പേടിച്ചു പോയോ? പിന്നെ ഉമ്മിക്ക് കൊക്കൊക്കെ വലിച്ചൊക്കെ നമുക്ക് ബാഗിൽ ആടിയില് പാമ്പോ പിന്നെ കണ്ട പാമ്പോ പുറത്തേക്ക് എടുത്തിടുകയോ ചെയ്തു അല്ലേ? എടാ, എവിടുന്ന് കിട്ടണം ഈ പാമ്പിനെ നിനക്ക്? ഇന്നലെ ഈ പാമ്പിനെ കണ്ടപ്പോ മോൻ ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ മദ്രസ പോയേക്കും, സ്കൂളിൽ പോയേക്കണേ. മദ്രസയില് ബാഗ് എവിടെയെങ്കിലും കൊണ്ട് വെക്കോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? എവിടെ കൊണ്ട് വെച്ചേ? അവിടെ തേക്കണേശന്റെ അടിയിലായി വെച്ച. അവിടുന്ന് ട്യൂഷൻ കഴിഞ്ഞ് വന്ന് നേരെ ഡോറിന്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് ഇവൻ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് ഷർട്ട് അയൺ ചെയ്യാൻ വേണ്ടി ഉമ്മ അയൺ ചെയ്തപ്പം ബാഗ് നീക്കും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിന് ശേഷമാണ് ഇവള് അടിച്ചു വരാൻ വേണ്ടി വന്നത്. അപ്പൊ ബാഗ് പുറത്തേക്ക് ഇട്ടതോടുകൂടി ഈ പാമ്പ് പുറത്തേക്ക് വന്നു. അത് എഴിഞ്ഞു പോയില്ല. ഇവര് 3 പ്രാവശ്യം പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പം വീണ്ടും തിരിച്ച് ബാഗിലേക്ക് കയറി. അതിന് ഞങ്ങൾക്ക് മനസ്സിലായി ഇത് മൂർഖനാണെന്ന്. പൊളഞ്ഞ് പുറത്തേക്ക് ചാടുമല്ലോ എന്ന് ഓർത്തിട്ട് ചാക്ക് എടുത്ത് അതിന്റെ മേലേക്ക് ഇട്ട് പേടിച്ചു പോകുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. അത്രമാത്രം ആ പിടിക്കാൻ വന്ന അവനോട് ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോയിൽ കാണാനല്ല, അതിനേക്കാൾ കൂടുതൽ നേരം അവനോട് ഫൈറ്റ് ചെയ്ത് ഈ സാധനം. അത്രയും നല്ല ഫോഴ്സിലാണ്, അതിന്റെ ശബ്ദത്തോടു കൂടിയാണ് അത് അവനെ കടിക്കാൻ പോലും വന്നത്. പറഞ്ഞാൽ അനാവശ്യമായിട്ട് വാതിലുകൾ തുറന്ന് കിടക്കാതിരിക്കുക, അതെന്തുകൊണ്ടും സുരക്ഷയാണ്. അപ്പൊ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഷൂസ് എടുക്കുമ്പോഴും കുഞ്ഞുങ്ങളുടെ ബാഗ്, ഏത് ബാഗാണെങ്കിലും അത് എടുക്കുമ്പോഴൊക്കെ കുറച്ചുകൂടി ശ്രദ്ധ നമ്മൾ പാലിക്കണം. ഒരു മുൻകരുതൽ വേണമെന്ന് തന്നെയാണ് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കൃഷ്ണകുമാറിനൊപ്പം ജൂലിയറ്റ് സെബാസ്റ്റ്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. സാധാരണ ഷൂ ഒക്കെ എടുക്കുമ്പോൾ തട്ടിയിട്ട് എടുക്കണം, അതിനകത്ത് പാമ്പ് വല്ലതും ഉണ്ടോ നോക്കണമെന്ന് പറയും. പക്ഷേ ഇതിപ്പോൾ 1ാം ക്ലാസ്സുകാരൻ്റെ സ്കൂൾ ബാഗിനകത്ത് ആ പാമ്പ് കയറുന്ന പഹയന്റെ മുഖത്താണെങ്കിൽ യാതൊരു പരിഭ്രമവും ഇല്ല. അവൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ചു. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു